ജയസൂര്യൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയവും തോൽവിയും ഉണ്ടാവും. ബി.ജെ.പിക്ക് ഉദ്ദേശിച്ചതുപോലെ പെർഫോമൻസ് നടത്താൻ പറ്റിയ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ട്, പറ്റാത്ത തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നോക്കൂ, ഇപ്പോൾ താങ്കൾ പാലക്കാരനാണല്ലോ, പാലായിൽ മത്സരിച്ച ഷോൺ ജോർജ് പറയാണ് ക്രൈസ്തവ സഭയെക്കുറിച്ച് ഞങ്ങളെ വേണ്ടയിൽ ഞങ്ങൾക്കും വേണ്ട എന്ന്. പി.സി. ജോർജ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ ഇപ്പോൾ ഒരു ടി വിയിൽ പറയാൻ കൊള്ളാത്തതാണ്, വൃത്തികെട്ടവന്മാർ എന്നൊക്കെ അടക്കം ഉള്ള പരാമർശങ്ങൾ കത്തോലിക്ക ബിഷപ്പുമാരെ കുറിച്ച് നടത്തി. ഇപ്പോൾ സമുദായങ്ങളുടെ വോട്ട് പ്രതീക്ഷിക്കും, കുറച്ചുപേര് വോട്ട് ചെയ്യും, ഇതൊക്കെ സാധാരണ നടക്കുന്ന കാര്യമാണല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് പിറ്റേന്ന് ഒരു സംവിധാനത്തിന്റെ, ഒരു സഭയുടെ നെഞ്ചത്തേക്ക് കയറുന്നത് എന്ത് വിചാരിച്ചാണ്? അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ തിരഞ്ഞെടുപ്പിലെ ജനാധിപത്യ മര്യാദ എല്ലാവരും പാലിക്കുന്നതാണ്. ഇവിടെ മതമാണ്, ഞങ്ങൾ പ്രത്യേക രാഷ്ട്രീയ നിലപാടുകളൊന്നുമില്ല എന്നൊക്കെ പറയുന്നവർ വളരെ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുകയും അതിൻ്റെ ഉത്തരവുകൾ കൊടുക്കുകയും അത് നടപ്പാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതേ സഭയിൽപ്പെട്ട ആൾക്കാർക്ക് ആ കാര്യത്തോട് പ്രതികരിക്കാൻ തോന്നും. ആ സ്വാഭാവികമായ പ്രതികരണമാണ് അവിടെ ഉണ്ടായത്. പക്ഷേ ഇന്ന് നോക്കൂ, കേരളത്തിൽ NDA അല്ലെങ്കിൽ BJP കൃത്യമായിട്ടും ചർച്ചാ വിഷയമായിരിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പണ്ടൊക്കെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ താമര വിരിയുമോ എന്നൊരു ആശങ്കയായിരുന്നു എല്ലാവരും ചോദിച്ചിരുന്നത്. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇന്ന് ഈ രണ്ട് മുന്നണികളും LDFും UDFും ഒരുപോലെ ആശങ്കപ്പെടുന്നത് തങ്ങൾക്ക് കിട്ടുന്ന സീറ്റുകളെക്കുറിച്ചും തങ്ങളുടെ ഭരണ തുടർച്ചയോ അല്ലെങ്കിൽ തിരിച്ചുവരവോ അതൊക്കെ തന്നെ BJPയുടെ സീറ്റുകളെ ആശ്രയിച്ചിരിക്കും എന്നുള്ള അവസ്ഥയിലാണ്. അതായത് ഈ രണ്ട് മുന്നണിക്കും ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടുമോ എന്നുള്ള ആശങ്ക അവർ പുറത്തേക്ക് പറയുന്നില്ല എങ്കിലും BJP ജയിക്കുന്ന സീറ്റുകൾ ഈ രണ്ട് മുന്നണിയുടെയും ഭൂരിപക്ഷത്തെ തകർത്താൽ ഞാനിപ്പോ പറഞ്ഞ ഈ രണ്ടുപേരുടെയും പൂഞ്ഞാറിലും പാലായിലും മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ പൊട്ടിത്തെറി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നിരാശയിൽ നിന്ന് ഉണ്ടാവുന്നതാണല്ലോ. BJP ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്തുന്നു, ക്രിസ്ത്യൻ ബെൽറ്റിൽ കൂടുതൽ വോട്ട് പിടിക്കും എന്നൊരു പ്രതീതി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാം മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി എന്ന് പറഞ്ഞതുപോലെ വോട്ടൊന്നും കിട്ടാത്ത അവസ്ഥയാണോ? ഒരിക്കലുമല്ല. BJP ക്രിസ്ത്യൻ ഔട്ട്റീച്ച് മാത്രമല്ല നടത്തുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ട് അവരെ ചേർത്ത് നിർത്താൻ വേണ്ടി അതിൽ എല്ലാ വിഭാഗങ്ങളെയും കാണുന്നുണ്ട്. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ചർച്ചയാവുന്നു എന്ന് മാത്രം. മുസ്ലിം ഔട്ട്റീച്ച് ഉണ്ട്, അതുപോലെ തന്നെ മുന്നോക്കക്കാരുണ്ട്, പിന്നോക്കക്കാരുണ്ട്, SC ഉണ്ട്, ST ഉണ്ട്, OBC ഉണ്ട്, എല്ലാവരുമായിട്ടും ബന്ധപ്പെടുന്നുണ്ട്. അതിനൊക്കെയുള്ള ഔട്ട്റീച്ചുകളുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമം മാത്രമാണ്. പക്ഷേ ഇവിടെ ഇത് ചർച്ചയാകുന്നത്, ഞാൻ പറഞ്ഞത്, ഈ മതമേലധ്യക്ഷന്മാർക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുകയും എന്നാൽ രാഷ്ട്രീയത്തിൽ കയറി തുടർന്ന് ഇടപെടുകയും ചെയ്യുമ്പോൾ അതേ മതത്തിൽപ്പെട്ട ആൾക്കാർ അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയാൽ അത് അത്രമാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുകയും ചെയ്യും.